സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോള് മഹിമയെ കണ്ട് സംസാരിച്ചോ? അവൾ എന്നെ കാണാൻ സ്റ്റേഷനിലേക്ക് വന്നിരുന്നമ്മ. എന്നിട്ട് അവള് ചെയ്തത് തെറ്റായി പോയെന്നുള്ള ചിന്ത പോലും അവക്കില്ല. ഞാൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോന്നു. കുറഞ്ഞ പക്ഷം മഹിമ സ്വന്തം തെറ്റ് അംഗീകരിക്കെങ്കിലും വേണമായിരുന്നു. ഗിരി, ഗിരി, ഇപ്പൊ എന്റെ മാനസിക നില തീരെ ശരിയല്ല. നീ പോവാൻ നോക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ പിന്നീടത്തേക്ക് മാറ്റുന്ന വിഷയമൊന്നും അല്ലത്. എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. സ്വപ്ന എല്ലാരും പറ്റിക്ക് അവള് പ്രഗ്നന്റ് ഒന്നും ആയിരുന്നില്ല. കുറ്റക്കാരി ആവാതിരിക്കാൻ മഹിമ വെറുതെ പറയുന്ന കള്ളങ്ങളാ ഇതൊക്കെ. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാ സ്വപ്നം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയത്. ഡോക്ടർ ഞങ്ങളോടെല്ലാം വ്യക്തമായി പറഞ്ഞു. ആ ഡോക്ടർ സ്വപ്ന ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ സ്വപ്ന ആഗ്രഹിച്ച പോലത്തെ റിപ്പോർട്ട് ഡെയ്സി ഡോക്ടർ എഴുതി കൊടുത്തത്. ഇത് വല്ലതും സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ ഭാര്യ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കാൻ നോക്ക്. സ്വന്തം ബുദ്ധി ഉപയോഗിക്കാത്തതേ നീയാ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിലെ സ്വപ്ന നാടകം കളിച്ചുകൊണ്ടാ നീ അവളുടെ കല്യാണം സഞ്ജുവായിട്ട് നടത്താൻ സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെയാ സഞ്ജു എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് സ്വപ്നയുടെ പുറകെ ഇറങ്ങി വന്നതും. എടാ, ഗോപാലിന് അവരെ തിരിച്ച് വീട്ടിൽ കയറ്റാനുള്ള കാരണം അത് തന്നെയാ. ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും അവളുടെ ചെക്കപ്പിന് പോയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അവള് നിങ്ങളെ പറ്റിക്കുക. സ്വപ്നയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും മഹിമയുടെ പകയടങ്ങിയിട്ടില്ല. സ്വപ്നയെ എല്ലാവരുടെ മുന്നിൽ ഒരു കള്ളിയും കൂടി ആക്കിയാലേ അവക്ക് സമാധാനം കിട്ടുമല്ലേ? നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിലേ പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, ആ സ്വപ്ന ഒരു പെരുകള്ളിയാ, അതാണ് സത്യവും. ഇനിയും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവര് തമ്മിൽ ശത്രുക്കളാകും. അത് പാടില്ല.